ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? കുറേ നാളായി ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറേ പേര് എൻ്റെ അടുത്ത് ഇന്നത്തെ വീഡിയോ കണ്ട് ചോദിച്ചു എന്താണ് ഹെയർ കെയർ എന്ന്. അതേപോലെ തന്നെ ഹെയർ കെയറിനെ പറ്റി ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനുള്ളൊരു ഐഡിയ പറഞ്ഞു തരുമെന്നാണ്. ഞാനും വീട്ടിൽ പരീക്ഷിക്കാൻ പറ്റുന്ന പരീക്ഷണമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ മുഖത്ത് എനിക്ക് അത്ര വലിയ താരൻ്റെ പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ മുഖത്ത് ആക്നി പിമ്പിൾ കൂടി വന്നു. അപ്പോൾ ഞാനൊരു സ്കിൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ സ്കിൻ ഡോക്ടറാണ് പറഞ്ഞത് എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടർ തന്നൊരു ഷാമ്പു ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഡോക്ടർ അടുത്ത് പറഞ്ഞ വേറെ രണ്ട് കാര്യങ്ങളാണ് എന്നെ ഞെട്ടിച്ചത്. ഒന്നെന്ന് പറഞ്ഞാൽ ഡെയിലി ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഹെയർ വാഷ് ചെയ്തത്, അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഡെയിലി തല കുളിച്ചോളൂ, എൻ്റെ സ്കാൽപ്പ് കണ്ടീഷൻ അനുസരിച്ച് ഡെയിലി തല കുളിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞതൊക്കെ ഞാൻ മാറ്റി ഗൈസ്. ഞാനിപ്പോൾ ഡെയിലി ഹെയർ കുളിക്കുന്നുണ്ട്. അതേപോലെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓയിലിംഗ് ഒട്ടും സ്കാൽപ്പിൽ ചെയ്യേണ്ട, അത് ഡാൻഡ്രഫിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുമെന്ന് പറഞ്ഞു. സോ ഓയിലിംഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഹെയർ ഡ്രൈ ആണെന്ന് തോന്നുമ്പോൾ ഹെയറിൻ്റെ ലെങ്ത്തിലും ടിപ്സിലൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷേ സ്കാൽപ്പിലൊട്ടും ഹെയർ ഓയിൽ ചെയ്യേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നാലും ഞാൻ സ്കാൽപ്പിലെന്ന് പറഞ്ഞാൽ ഈ ഉച്ചിയിൽ നെറുകയിൽ എനിക്ക് ചിലപ്പോൾ തലവേദനയൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ സ്കാൽപ്പിൽ ഞാൻ ബാക്കി ഒരിടത്തും ഒട്ടും ഞാൻ എത്തിക്കാൻ നോക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹെയർ വാഷ്, പിന്നെ ഹെയർ ഓയിലിങ്ങിനെയൊക്കെ ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിർത്തിക്കോളാൻ പറഞ്ഞു. എൻ്റെ സ്കാൽപ്പ് കണ്ടീഷൻ അനുസരിച്ചിട്ട് എല്ലാവർക്കും ഇത് സെയിം രീതിയിലാവണം എന്നില്ല. ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ ഹെയർ ഓയിലിംഗ് റൂട്ടീൻ അല്ലെങ്കിൽ ഹെയർ വാഷ് റൂട്ടീനൊക്കെ മാറ്റണം ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിന് മുമ്പ് എൻ്റെ ഹെയർ കെയർ റൂട്ടീനിൽ കാണിച്ച പല കാര്യങ്ങളും ഞാൻ മാറ്റി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഡോക്ടറെ കാണാതെ വീട്ടിൽ ഓരോന്നും ചെയ്ത് നിൽക്കാതെ നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ മരുന്ന് വാങ്ങി അത് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ഈ മോണോഗാർഡ് എന്ന് പറഞ്ഞ ഷാമ്പൂ ആണ് ഡാൻഡ്രഫിന് വേണ്ടിയിട്ട്. ഇത് യൂസ് ചെയ്യുന്ന ശേഷം എനിക്കൊരു 80% ഡാൻഡ്രഫ് മാറിയിട്ടുണ്ട്. അതേപോലെ സ്കിൻ പ്രോബ്ലം എനിക്ക് ഒരുപാട് മാറിയിട്ടുണ്ട്. അതിനെനിക്ക് പ്രത്യേകം വേറെ മരുന്നുണ്ടായിരുന്നു, പക്ഷേ ഡാൻഡ്രഫ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളും ഡോക്ടറെ പോയി കാണുക. അത്രയാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.